അങ്ങനെ അവസാനം അതും സംഭവിച്ചു. നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ, അപ്പോൾ പഴുത്ത് നല്ല ചുവപ്പ് നിറമൊക്കെ വന്നിട്ട് ഒരു റംബൂട്ടാൻ വീഡിയോ എടുക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പച്ചക്കളർ കാത്തിരുന്ന് മഞ്ഞ നിറമായി മാറി. കുറേ കൂടി ദിവസം കാത്തിരുന്ന് കഴിഞ്ഞെങ്കിലും പിന്നെ നിറത്തിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഓരോ ദിവസവും അണ്ണാന്മാരും തത്തകളും ബാക്കി കിളികളും എല്ലാം അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, കളത്തിലിറങ്ങാൻ നേരമായെന്ന് മനസ്സിലായത്. റംബൂട്ടാൻ്റെ ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്നോ ഏതൊക്കെ രീതിയിലുള്ള തൈകൾ വാങ്ങി നട്ടാൽ നല്ല വിളവ് ലഭിക്കുമെന്നോ ഒന്നും കാര്യമായ അറിവില്ലാത്തൊരു സമയത്താണ് നമ്മൾ ഈ തൈ വാങ്ങി നടുന്നത്. കഴിഞ്ഞ വർഷം ഇതാദ്യമായി കായ്ച്ചെങ്കിലും നമുക്ക് ടേസ്റ്റ് നോക്കാൻ പോലും ഒരെണ്ണം കിട്ടിയില്ല. എണ്ണത്തിൽ വളരെ കുറവേ ഉണ്ടായുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ നിറം ഈ പച്ചയിൽ നിന്ന് മഞ്ഞാവുന്ന ഒരു സമയത്ത് തന്നെ കിളികളെല്ലാം ഇത് കളഞ്ഞു. അങ്ങനെ കാത്തിരുന്ന് ഇത്തവണ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായ റംബൂട്ടാൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കളറും കുറച്ചും കൂടെ മധുരം ആവാനുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് മധുരമില്ല, പുളിപ്പായിരുന്നു കൂടുതൽ. പക്ഷെ എന്താ, കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിനപ്പുറത്തേക്ക് വെക്കാനായിട്ട് അണ്ണന്മാരും കിളികളും സമ്മതിക്കുന്നില്ലല്ലോ.